സാറേ, പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റുകൾ എല്ലായ്പ്പോഴും ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കുന്നതാണ്. അത് ചെറിയ ജോലി നോക്കുന്ന ആളായിക്കോട്ടെ, വലിയ ഉദ്യോഗത്തിലിരിക്കുന്ന ആളായിക്കോട്ടെ. ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലണ്ടൻ ഹൈ കമ്മീഷണറുടെ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയതായിട്ട് പ്രചരിച്ചു വരുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ സാർ, ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. എന്താണ് സാർ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുക? അതായത് രസമുള്ളൊരു കാര്യം, ലണ്ടൻ ഹൈ കമ്മീഷണറില്ല ഇപ്പോഴത്തെ കക്ഷി, അതായത് കേണൽ തൈമൂർ, പാകിസ്ഥാനിലെ ലണ്ടൻ ഹൈ കമ്മീഷനില്ല കരസേനയുടെയും വ്യോമസേനയുടെയും ഉപദേശകനാണ് കേണൽ തൈമൂർ. അപ്പോൾ ഈ കാശ്മീരിലെ ഈ അരിങ്കൊല കലിമ ചൊല്ലിയതിന് ശേഷം നടന്ന ഈ അരിങ്കൊല ഉണ്ടായപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇന്ത്യക്കാർ അവിടുത്തെ ഹൈ കമ്മീഷണർ ഓഫീസിലേക്ക് പ്രകടനം നടത്തി. നമ്മളിവിടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ തന്നെ അത് എല്ലായിടത്തും പെർമിസബിളുമാണ്. അവിടെ വരും അവർ, അല്ലാണ്ട് അവർ എംബസി ആക്രമിക്കാനൊന്നും പോകുന്നില്ല. അവിടെ വരും, അവിടെ വെച്ച് തടയും, അവരെന്തെങ്കിലും രണ്ട് ഇത് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം പറയും. അപ്പോൾ ഇങ്ങനെ ലണ്ടൻ ഹൈ കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഇവർ ചെന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുക്കളെ കഴുത്ത് അറുത്ത് കൊല്ലുന്ന ഒരു ദൃശ്യം അഭിനയത്തിലൂടെ ആവിഷ്കരിച്ചു. അത് കാണിച്ചു, എന്നിട്ട് അത് എടുത്തിട്ട് അത് പ്രചരിപ്പിച്ചു. പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ എംബസിയുടെ മട്ടുപ്പാവിൽ നിന്നിട്ട് അദ്ദേഹം ഇന്ത്യയെയും ഹിന്ദുക്കളെയും ആവോളം പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്ലക്കാർഡുകളും കാണിച്ചു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇത് നമ്മളൊരു ഡിപ്ലോമാറ്റിക് ലെവലിലുള്ളൊരു ഉദ്യോഗസ്ഥനിൽ നിന്നും പ്രതീക്ഷിക്കുന്നൊരു കാര്യമല്ല. ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആരെയും പ്രകോപിപ്പിക്കാതെ സംഭാഷണം നടത്തുന്നവൻ എന്നുകൂടി അർത്ഥമുണ്ട്. അതിപ്പോൾ അനുകൂലമായിട്ടുള്ള രാജ്യത്തായാലും പ്രതികൂലമായിട്ടുള്ള രാജ്യത്തായാലും അവിടെ പോയി തൻ്റെ രാജ്യത്തിൻ്റെ അഭിപ്രായങ്ങൾ മറ്റാരെയും പ്രകോപിപ്പിക്കാതെ അവതരിപ്പിക്കുക അയാൾ. ഇതാണ് എൻ്റെ രാജ്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയുന്നു എന്നല്ലാതെ അവിടെ വരുന്നവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ അവരുടെ വിശ്വാസങ്ങളെ അവഹേളിക്കാനോ സാധാരണഗതിയിൽ ഒരു ഡിപ്ലോമാറ്റ് ശ്രമിക്കില്ല. പക്ഷെ പാകിസ്ഥാൻ ഈ എംബസിയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഹൈക്കമ്മീഷനിലുണ്ടായിരുന്ന ഈ തൈമൂർ അതിന് ശ്രമിച്ചു എന്ന് മാത്രമല്ല, ഹിന്ദുക്കളെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന പ്ലക്കാർഡുകൾ ഉയർത്തി കാണിക്കുകയും ചെയ്തു മട്ടുപ്പാവിൽ നിന്നുകൊണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ജന്മശാപമാണ്. കാരണം ആ രാജ്യം ഉണ്ടായത് തന്നെ ഖുറാനിൽ പറയുന്ന ഒരു മതപരമായ കാര്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ മതപരമായ കാര്യം ഖുറാൻ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നത് ചെയ്യുന്നവനാണ് നന്മ. അപ്പോൾ അതിൽ നമുക്കൊന്നും കൂട്ടിച്ചേർക്കാനും പാടില്ല, എടുത്തു മാറ്റാനും പാടില്ല. എഡിറ്റിംഗ് പോസിബിൾ അല്ല. അത് എന്താണോ പറഞ്ഞേക്കുന്നത് അത് അങ്ങനെ തന്നെ നമ്മൾ അനുസരിച്ചേ പറ്റൂ. അല്ലാണ്ട് അതിനകത്ത് നമുക്ക് പോയിട്ട് ഇത് ഇങ്ങനെയാണോ അത് അങ്ങനെയാണോ എന്ന് സംശയം ചോദിക്കാനില്ല. സംശയം ചോദിക്കാനും പറ്റില്ല. ഇനി ആരോട് സംശയം ചോദിക്കും? ഇത് ദൈവവചനമാണ്. എഗ്രീഡ്? അതെ. അപ്പോൾ ദൈവം നേരിട്ട് മനുഷ്യരോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല ഖുർആൻ വിശ്വാസം അനുസരിച്ചിട്ട്. ദൈവം ഒരു മാലാഖയോട് പറയും, മാലാഖ ഒരു പ്രവാചകനോട് പറയും, പ്രവാചകൻ അത് മനുഷ്യരോട് പറയും. ഇതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇപ്പോൾ ദൈവമുണ്ട്, മാലാഖമാരുമുണ്ട്. പക്ഷേ ഖുർആൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് അവസാനത്തെ പ്രവാചകൻ വന്നു പോയി കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ഒരു മാർഗവും ഇല്ല. ഒരു വ്യക്തത വരുത്തണം ഇതിനകത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ബിംബാരാധകരെയും ബഹുദൈവ വിശ്വാസികളെയും കാണുന്നിടത്ത് വെച്ച് കൊല്ലുക, അത് ദൈവം കൽപ്പിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ നിങ്ങൾ ഏർപ്പെട്ട് നിങ്ങൾ ചത്താലും നിങ്ങൾക്ക് ലാഭമാണ്, കൊന്നാലും ലാഭമാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ ദൈവം അതിൻ്റെ വളരെ വില പിടിച്ച റിവാർഡ് നിങ്ങൾക്ക് തരും, പ്രതിഫലം നിങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞേക്കണം.
ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു തർക്കം, ഒരു സംശയം വരണമെങ്കിൽ ആരോട് ചോദിക്കും? സംശയം തീർക്കാൻ അധികാരി ആരാണ്? ദൈവം മാത്രമാണ്. അതെ, പക്ഷേ ദൈവത്തോട് എങ്ങനെ ചോദിക്കും? നേരിട്ട് സംസാരിച്ചിട്ടില്ല ഇതുവരെ. ദൈവം ഇന്ന് വരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇനി ഒരു പ്രവാചകൻ വഴി അന്വേഷിക്കാമെന്ന് വെച്ചാലോ? ഖുറാന്റെ വിശ്വാസം അനുസരിച്ചിട്ട് എന്താണ്? പ്രവാചകന്മാരെല്ലാം അല്ല, അവസാനത്തെ പ്രവാചകൻ വന്ന് അയാൾ പോയി. ആ, അപ്പം ഇനി പ്രവാചകനും വരില്ല. അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും അവനവൻ്റെ രീതിയിൽ ഇത് വ്യാഖ്യാനിച്ചിട്ട് ഇതാണ് ശരിയായ പ്യുവർ ഇസ്ലാം എന്ന് പറയും. ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് അങ്ങനെയാണ്. അവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ളൊരു ഇമാം പ്യുവർ ഇസ്ലാം ഇതാണെന്ന് പറയുകയാണ് ചെയ്തത്. ആ പ്യുവർ ഇസ്ലാമാണ് ഇന്ന് പറയുന്ന വഹാബ് എന്ന് പറയണ അബ്ദൽ വഹാബ്. അതാണ് വഹാബിസമായിട്ട് മാറിയത്. വഹാബിസം എന്ന് പറഞ്ഞാൽ പ്യുവർ ഇസ്ലാമാണ്. ആ പ്യുവർ ഇസ്ലാമിൻ്റെ ഭാഗമായിട്ടാണ് വസ്ത്രം, ഹലാലായ വസ്ത്രം, ഹലാലായ വാക്കുകൾ, ഹലാലായ ഭക്ഷണം, ഹലാലായ മതം. ഇതാണ് വഹാബിസം. ഇപ്പം അത് കുറേം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഹലാലായ ഫ്ലാറ്റ് അതൊക്കെ ആക്കിയിട്ടുണ്ട്. ഹലാലായ സിമെന്റ് വരുന്നു. ഹലാലായ സിമെന്റ്, പിന്നെ അത് കുറേ ഹലാലായ വാർത്താ ചാനലുകൾ, എല്ലാം ഹലാലാണ്. ഭക്ഷണം ഹലാലാക്കാൻ വേണ്ടി 3 പ്രാവശ്യം തുപ്പിയാൽ മതി. ഈ വാർത്താ ചാനൽ ഹലാലാക്കാൻ വേണ്ടി അതിനകത്തിരുന്ന് തുപ്പണോ പുറത്തിരുന്ന് തുപ്പണോ എന്നുള്ള കാര്യം ഒരു സംശയം സ്വാഭാവികമായിട്ട് അതൊന്നും തീർക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം അത് ഇവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കാനുള്ള അധികാരം ഇവരെ ഏറ്റെടുത്തിട്ട് ഇവർ വ്യാഖ്യാനിച്ച് പറയുന്നു. അങ്ങനെയാണ് ഖുറാനിൽ ഇത് വരുന്നത്. അപ്പോൾ അവർ വ്യാഖ്യാനിച്ച് പറയുമ്പോൾ അവർ പറയും ഇതാണ് ശരിയെന്ന് പറയുന്നു. അതിൽ ഇത് എന്ത് ചെയ്താലും ദൈവം നമ്മുടെ ഒപ്പം ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിലാണ്. വേറെ ആരുടെയും കൂടെയും ദൈവം ഇല്ല, അതും കൂടിയുണ്ട്. ഈ ഹലാലെന്ന സങ്കല്പം ആഹാരവുമായിട്ട് ഒരു ഭാഗത്താണ് വരുന്നത്. ആകെ 2 സ്ഥലത്ത് മാത്രമേ ഖുറാനിൽ ഹലാൽ വരുന്നുള്ളൂ. അത് അവസാനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മരിക്കുന്നതിനൊക്കെ മുമ്പ് മദീന കീഴടക്കിയതിന് ശേഷം ഇതാ ഹലാലായ മതം ഉണ്ടായിരിക്കുന്നു, ഇനി ലോകത്ത് മറ്റ് മതങ്ങളൊന്നും നിലനിൽക്കേണ്ടതില്ല, ഈ മതം മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ. അപ്പോൾ അതുകൊണ്ട് കാരണം ദൈവം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തേക്കണാണ് ഈ സാധനം. ബാക്കി മതങ്ങൾക്കൊന്നും ഈ അപ്ഡേഷൻ ഇല്ല. കാരണം ദൈവം ഓരോ സന്ദർഭത്തിൽ ഇത് പെർഫെക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അവിടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. കാരണം സർവശക്തനും ഈ ലോകാലോകങ്ങളുടെ സൃഷ്ടാവും എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ് ദൈവം എന്നുണ്ടെങ്കിൽ എന്താ ആദ്യം അയച്ച പ്രവാചകന്മാർക്ക് ഇതൊന്നും കൊടുക്കാതെ അവസാനത്തെ പ്രവാചകന് വേണ്ടി ഇത് കരുതി വെച്ചിരുന്നൊരു ചോദ്യമില്ലേ? പക്ഷേ ഇവർ പറയുന്ന യഹൂദ മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും അതുപോലുള്ള മറ്റു മതങ്ങളുടേതും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒബ്സൊലീറ്റാണ്, പഴകിയതാണ്. ഏറ്റവും പുതിയതും പൂർണ്ണതയുള്ളതുമായ സങ്കല്പം ഖുറാനിൽ മാത്രമാണ്. അത് നടപ്പിലാക്കണം. അതെങ്ങനെ നടപ്പിലാക്കണമെന്ന് ഓരോ പ്രദേശത്തുള്ള ഈ ചെറുതും വലുതുമായ തീവ്രവാദി യാഥാസ്ഥിക സംഘങ്ങൾ തീരുമാനിക്കുകയാണ്. ആ സംഘങ്ങളുടെ സ്വാധീനത്തിലാണ് പാകിസ്ഥാൻ്റെ എംബസി പോലും പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇസ്ലാമിക രാജ്യം എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിൽ അന്തർലീനമാണ് ഒരു കേണൽ തൈമൂർ. കേണൽ തൈമൂർ യാദൃച്ഛികമായിട്ട് വന്നതല്ല. കേണൽ തൈമൂർ പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ ആ സൃഷ്ടി പ്രക്രിയയിൽ ഉൾപ്പെടുന്നതാണ് കേണൽ തൈമൂർമാർ. അവരെവിടെയുണ്ട്, അവർ തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ ഈ ഇസ്ലാമിൽ ഈ പാകിസ്ഥാനിലൊക്കെ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാലും ഇവരുടെ ഈ ആത്യന്തികമായ ചിന്തകളിൽ നിന്നും മുക്തരാകാൻ അവർക്ക് കഴിയുന്നില്ല. ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. കാരണം നിങ്ങളുടെ എല്ലാ ചിന്താഗതികളും ഒരു ഫ്രെയിമിനകത്ത് നിൽക്കുകയാണ്. ആ ഫ്രെയിമിനെ പുറത്തേക്ക് പോകാൻ നിങ്ങൾക്ക് അനുവാദമില്ല.
നിങ്ങൾ ഏത് ശാസ്ത്രജ്ഞനാണെന്ന് പറഞ്ഞാലും, ഏത് എഴുത്തുകാരനാണെന്ന് പറഞ്ഞാലും, ഏത് തരത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞാലും, നിങ്ങൾ ആ ഫ്രെയിമിനകത്ത് നിന്ന് ചിന്തിച്ചാലേ പറ്റുള്ളൂ. അനൽ ഹക്ക് എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, എഴുതിയിരിക്കുന്ന ബഷീറാണ്. ബഷീറിനെ കൊണ്ട് ഐ ആം ദ ഗോഡ് എന്ന് പറയുന്നതാണ്. ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മിസെൽഫ് ആൻഡ് ഗോഡ്. നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതിൻ്റെ ഇതാണ്. അത് എഴുതിയതിൻ്റെ പേരിൽ ബഷീറിനെ കൊണ്ട് ആ കഥ പിൻവലിപ്പിച്ചവരാണ് കേരളത്തിലെ പുരോഗമനവാദികളായ മുസ്ലിങ്ങൾ. അറിയാമോ? അറിയില്ല. ആ കഥ പിൻവലിപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവനിന്ദ ഉണ്ടെന്നാണ് പറയുന്നത്. സൂഫികളെ ഇവർ അംഗീകരിക്കാത്തതിൻ്റെ കാരണം അതാണ്. സൂഫികൾ ദൈവവുമായിട്ട് സംവദിക്കുകയും അവരും ദൈവവും തമ്മിൽ വ്യത്യാസമില്ല എന്ന് അവർ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്യുന്നു. ആ സൂഫി പാരമ്പര്യത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഷീർ അനൽ ഹക്ക് എന്ന് എഴുതിയത്. ബഷീറിനെ കൊണ്ടത് പിൻവലിപ്പിച്ചു. നിവൃത്തിയില്ല, കാരണം ജീവിച്ചുകൊണ്ടേ. അപ്പോൾ ഇവര് അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സൽമാൻ റുഷ്ദിക്ക് കിട്ടിയ അതേ വിധി തന്നെ ബഷീറിനും കിട്ടും. ഇവർക്കിത് ബഷീറാണോ അല്ലേ ഇത് വലിയ എഴുത്തുകാരനാണെന്നോ ചെറിയ എഴുത്തുകാരനോ ഒന്നുമില്ല. കാരണം മല്ലാക്ക പറയുന്നതാണ് പരമമായ വാക്യം. അതുകൊണ്ട് അവിടെ നിർത്തണം അല്ലേ? അതുകൊണ്ട് അവിടെ നിർത്തണം. അവിടെ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴെന്തായെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയെ അത് തകർക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ അറബ് ഭാഷയിൽ നിന്ന് വലിയ സാഹിത്യകൃതികൾ വരുന്നില്ല. ഏതോ ഒരു കവിക്ക് നോബൽ സമ്മാനം കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്, ശരിയാണത്. പക്ഷേ ഒരു ടവറിങ് പേഴ്സണാലിറ്റി എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു രീതിയിലുള്ളൊരു കാര്യം വരുന്നില്ല. ഇപ്പം നമുക്കൊരു ടോൾസ്റ്റോയിയെയോ ഒരു ഡോസ്റ്റോവസ്കിയെയോ ഒരു വിക്ടർ ഹ്യൂഗോവിനെയോ ഒരു ഷേക്സ്പിയറെയോ ആ റേഞ്ചിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു കാളിദാസൻ്റെയോ വ്യാസൻ്റെയോ വാൽമീകിയുടെയൊക്കെ റേഞ്ച് വരാവുന്ന ഒരു എഴുത്തുകാരൻ അറബി സാഹിത്യത്തിൽ ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണവും നിങ്ങൾ ഇതിനകത്ത് കിടക്കുകയാണ്, ഈ കുടത്തിനകത്ത് നിങ്ങൾ കിടക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. നിങ്ങളുടെ എല്ലാ ചിന്തകളും ഇതിനകത്ത് നിന്നോളണം. ഇതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ദൈവനിന്ദയ്ക്ക് ശിക്ഷയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമത നിന്ദ ഇവരുടെ ജീവിതത്തിൻ്റെയും ഇവരുടെ വിശ്വാസത്തിൻ്റെയും ഭാഗമാണ്. ആ പരമത നിന്ദ ഇത് ചെറുപ്പം മുതലേ മദ്രസകളിലൂടെ പഠിച്ച് വന്നതുകൊണ്ടാണ് തൈമൂർ കലിമ ചൊല്ലാൻ കഴിയാത്ത 27 പേരെ വെടിവെച്ച് കൊന്നതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുന്നതിന് വന്നവരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചത്. അത് പാകിസ്ഥാൻ്റെ ബ്ലഡിലുള്ള കാര്യം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.